വെൽക്കം ടു ഗീതംസ് കിച്ചൻ. ഞാൻ ഗീത. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന രീതി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 150 ഗ്രാം ഇഞ്ചി ഞാൻ ചിരണ്ടി കഴുകി കനം കുറച്ചിങ്ങനെ അരിഞ്ഞു. അതായത് നിങ്ങൾക്ക് കൈവച്ച് അരിയാൻ വയ്യെങ്കിൽ കട്ടിംഗ് ബോർഡ് വെച്ച് അരിയണം. ഞാൻ കൈവച്ച് എനിക്കതാണ് എളുപ്പം. അങ്ങനെയാണ്. 150 ഗ്രാം ഇഞ്ചി ആദ്യമേ നമുക്ക് വറുത്തെടുക്കണം. 1 കപ്പ് വെളിച്ചെണ്ണ നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ നല്ലത്. വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ്. ഡീപ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ നമുക്ക് വേണം ഇതിനകത്ത്. എണ്ണ കുറച്ച് ചൂടാകാൻ തുടങ്ങി. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ തിരി താത്തിട്ടിട്ട് നമുക്കിത് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ കുറച്ച് തിളയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്കിത് ഇടാം. ഇത് ഞാൻ 150 ഗ്രാം ഇഞ്ചി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് ഇളന്ന് നോക്കിയപ്പോൾ 1.5 കപ്പുണ്ട്. ഇതിന് പെയ്യെ കിടന്ന് ഫ്രൈ ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ പതഞ്ഞ് വന്നാലും പേടിക്കണ്ട, അത് ഫ്രൈ ആയിക്കോളും. ഇത് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് തിരി താത്തിടുവാണ്. ഇതിങ്ങനെ വറുത്തിട്ടാൽ ഇഞ്ചിക്കറി എത്ര ദിവസം വേണേലും ഇരിക്കും. ഇതിപ്പോൾ മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് നമുക്കിത് എടുക്കാം. ഇനി ഇത് നമുക്ക് കോരാവേ. ഇത് ഇച്ചിരി കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വറുത്ത് വെച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മളിത് കുറച്ച് നേരത്തെ കണ്ടെങ്കിൽ ഇത് വറുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ട് വേണം അടുത്തത്. അപ്പം ഞാനത് ക്രഷ് ചെയ്തിട്ടുണ്ട്. അങ്ങ് അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇത്രയും മതി. ഒരു 2-3-4 പൾസ് മാത്രം ചെയ്തു. ഇത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യും. ഇഞ്ചിക്കറിക്കകത്ത് ആഡ് ചെയ്യാനുള്ള സാധനമാണ്. ഞാനത് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് ചെയ്യാം. വറുത്ത് വെച്ച വെളിച്ചെണ്ണ തന്നെയാണിത്. അതിനൊരു നല്ല യെല്ലോ കളറുണ്ട്, നല്ലൊരു ഫ്ലേവറുണ്ട് ഇഞ്ചിയുടെ. അതിനകത്തുനിന്നൊരു 3 ടീസ്പൂൺ തന്നെ ഞാൻ എടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് 1 ടീസ്പൂൺ കടുക് നമുക്കിടാം. കടുക് ഇട്ട് പൊട്ടിയ ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉള്ളി, ചുവന്നുള്ളി ഞാൻ ഇങ്ങനെ നീളത്തിലരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇടണം. ഇത് കുറച്ച് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പേ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർക്കാം. വെളിച്ചെണ്ണ ഇങ്ങനെ മേളിൽ പൊങ്ങി കിടന്നാലില്ല, അത് കുറച്ച് ദിവസം കൂടുതൽ സമയം ഇഞ്ചിക്കറി ഇരിക്കും. കുറച്ച് ഒരു 2 ടേബിൾ ടീസ്പൂണും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. ഇനി അത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് പൊടി ആഡ് ചെയ്യാം. പൊടികൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ആണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലതായിട്ട് ഇളക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കരുത്, കരിഞ്ഞു പോകാതിരിക്കാൻ. ഇച്ചിരിയുടെ വെള്ളം ആഡ് ചെയ്യുക. ഇപ്പം നമ്മളത് വഴുന്ന എണ്ണയൊക്കെ നല്ലതായിട്ട് വന്നു. ഇനി ചെറുതായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞപ്പോഴേ എണ്ണ ഇങ്ങനെ പുറത്തോട്ട് വരുന്നത്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഇഞ്ചി ആഡ് ചെയ്യണം. ഇഞ്ചി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. നല്ലതായിട്ട് ഇളക്കണം. ചാറ് വേണം. അതിനാവശ്യമുള്ള വെള്ളം ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു. അത് തിളച്ച് കഴിയുമ്പോൾ പുളി, ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണിത്. അത് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് നല്ലതായിട്ട് ഞെരടിയിട്ട് അത് അരിച്ചു. അതാണ് ഈ പുളിയുടെ വെള്ളമാണ്, പുളിവെള്ളം. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്ത് ഞാൻ വറുത്ത് പൊടിച്ചതാണ്, അത് ആഡ് ചെയ്യണം.
ഇനി ഉപ്പ് ആഡ് ചെയ്യണം. ഒരു ആവശ്യത്തിന് ഉപ്പ്. ഇത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ടിടണം. പുളിയിട്ട് ഞാനൊന്ന് അതിൻ്റെ ഉപ്പ് നോക്കട്ടെ. ഒരു ശകല ഉപ്പും കൂടെ വേണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടു. ചിലർക്ക് ഒട്ടും മധുരം ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റേജിൽ എടുക്കാം. ഇത് ഞാൻ ചെയ്യുമ്പം എനിക്ക് കുറച്ച് മധുരം ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ വേണമെങ്കിലും ശർക്കര ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഇഞ്ചി, പുളിയും ഉപ്പും എരിയും മധുരം എല്ലാം ഉണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പുളി വേണേൽ ആഡ് ചെയ്യാം. മധുരവും അപ്പം എനിക്ക് ഇവിടുത്തെ കണക്കിലത് മതി. പിന്നെ എണ്ണയെല്ലാം പുറത്തിങ്ങനെ തെളിഞ്ഞ് വരും. ഇതുകൊണ്ട് ഈ എണ്ണ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഈ കറി കുറേ ദിവസത്തേക്ക് ഇരിക്കും. ഇനി ഇത് നമുക്കത് പ്ലേറ്റ് ചെയ്യണേ. ഇത് കുറച്ചുകൂടെ കുറുകുന്ന കറിയാണ്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാമെങ്കിൽ ഇത് ഒട്ടും ചീത്തയാകാതെ കുറേ ദിവസത്തേക്ക് 3-4 ദിവസത്തേക്ക് എങ്ങനെയാണെങ്കിലും പുറത്തും ഫ്രിഡ്ജിൽ ഏറെ നാളും ഇരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പിക്കിളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് കൂട്ടാൻ പറ്റുന്നൊരു ഇഞ്ചിക്കറി, വയറിന് നല്ല സുഖമുള്ള. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി കാണുന്നവരെ വരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.